ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ കോട്ടൺ ഫാബ്രിക്കുമാണ്, ഇടാൻ വേണ്ടിയിട്ടാണ് നല്ല കംഫർട്ടബിളാണ്. ഒരു 3 പീസ് സെറ്റ് അല്ലെങ്കിൽ ഒരു സ്ലിറ്റഡ് പാറ്റേണിലുള്ള ഒരു ചുരിദാർ ഷോളൊക്കെ ഇടുന്നതിനെക്കാട്ടിലും നമുക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ ചെറുപ്പമായെന്ന് തോന്നുന്നു ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഫ്രോക്ക് കൺസെപ്റ്റിലേക്കുള്ള ഡ്രസ്സുകൾ ഇടുമ്പോഴാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡ്രസ്സസിനകത്തൊരു 75% ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിംഗിൾ പീസ് ഡ്രസ്സായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും. അടിയിലേക്ക് ജസ്റ്റ് ഒരു ഷോർട്ട്സ്, നമ്മുടെ ഒരു ക്യാപ്രി പാൻറ് നമ്മുടെ ഷോപ്പ് കളക്ഷനിൽ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ക്യാപ്രി പാൻറ്റും എടുത്തിട്ട് കഴിഞ്ഞാൽ ആ സംഭവം സൂപ്പർ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് വീവ്ഡ് കോട്ടൺ ആണ്. ഈ കാണുന്നത് പ്രിന്റ് അല്ല കേട്ടോ, ത്രെഡ് വീവിംഗ് ആണ് വന്നേക്കുന്നത്. 749 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റിലേക്ക് വന്നേക്കുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കാണ്. ബ്ലാക്കിനകത്തേക്ക് നമ്മുടെ ഒരു ചിക്കു കളറിലേക്ക് ഇതിൻ്റെ ഒരു ത്രെഡ് വീവിംഗ് വന്നേക്കുന്നത്. ഇതിന്റെ വേറെ 2 ഷെയ്ഡ്സും കൂടെ ഉണ്ട്, അതുകൂടെ കാണാം. ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളർ കേട്ടോ. ഇതിനകത്തേക്ക് വന്നേക്കുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലേക്കാണ്, വിതൗട്ട് ലൈനിങ്. നമ്മൾ ഈ ഒരു യോക്കിന്റെ ഇവിടെ വരെ മാത്രമേ നമ്മൾ ലൈനിങ് കൊടുത്തുള്ളൂ, താഴേക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. കാരണം നല്ലൊരു ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മെറൂൺ കോമ്പിനേഷൻ ആട്ടോ. മെറൂണിനകത്തേക്ക് ചിക്കു ആണ്, ഇതിനകത്തേക്ക് ത്രെഡ് വീവിംഗ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ്. 749 റേറ്റിലേക്ക്. നമ്മൾ നേരത്തെ ചെയ്തത് ഗ്രീനും വൈറ്റും കൂടെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീനും ഒരു ചിക്കു ഷെയ്ഡും കൂടെയാണ്. പിന്നെ ഇതിന്റെ ബേസ് കളറും കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ്. സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് അതിന്റെ ഒരു ത്രെഡ് വീവിംഗ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 3 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ കൊറിയർ ഇത് ചൂസ് ചെയ്യുമ്പോൾ, ഷിപ്പിംഗ് ചൂസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. ഈ 3 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഷിപ്പിങ്ങിന്റെ കാര്യം നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നമ്മുടെ കോഴിക്കോട് ഡിവിഷനിൽ ഇൻഫോം ചെയ്തതനുസരിച്ചിട്ട് അവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് ഒരു 1 വീക്കിലോളം നമുക്ക് നെക്സ്റ്റ് ഒരു വെനസ്ഡേ വരെ നമുക്ക് പോസ്റ്റൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ DTDCയുടെ ഓപ്ഷൻ മാത്രമായിരിക്കും വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണ്ട 23rd ശേഷം അതിന് ഡിസ്പാച്ച് ചെയ്താൽ മതി, ഇന്ത്യ പോസ്റ്റ് തന്നെ മതി എന്നുള്ളവർ ജസ്റ്റ് നോട്ട്സിനകത്ത് മെൻഷൻ ചെയ്യുക, ബൈ ഇന്ത്യ പോസ്റ്റ് ഓൺലി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുക കേട്ടോ.